എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപത്മേ തയോ ശ്രുത്വാ പ്രണമാമി മുഹുർമുഹു. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത്സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാധരായണം. സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. അപ്പം ഈ കർക്കിടക മാസം ഒക്കെ ഇങ്ങനെ ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ രാമായണം വായിക്കുന്നവരായിരിക്കുമല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇപ്പം സാറിൻ്റെ നല്ലൊരു പ്രഭാഷണം കഴിഞ്ഞു. സ്വാമി അതിനു മുമ്പ് നാമമഹിമയെക്കുറിച്ച് പറഞ്ഞു. ആരൊക്കെയാണ് ഭഗവാനെ അന്വേഷിക്കുന്നത് അല്ലെ തിരയുന്നത് എന്ന് പറഞ്ഞു. 4 പേരാണെന്ന് പറഞ്ഞു. ആർദ്ധന്മാർ, ജിജ്ഞാസുക്കളെ, അർത്ഥാർത്ഥി, പിന്നെ ഉള്ളത് ജ്ഞാനി. അപ്പം ഈ 4 പേരിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആരെയാ എന്നും ഭഗവാൻ പറഞ്ഞു. ജ്ഞാനിയെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മളൊക്കെ എന്താണ്, നമ്മളൊക്കെ ഓരോരോ ഇപ്പം നമ്മളൊരു അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചാലും എന്തെങ്കിലും ഒരു കാമ്യ കർമ്മത്തിന് വേണ്ടിയിട്ടായിരിക്കും കഴിക്കുന്നത് അല്ലേ? നിങ്ങളുടെ ഒന്നീ മക്കൾ ജയിക്കാനോ അല്ലെ മോടെ കല്യാണം നടത്താനോ വീട് വെക്കാനോ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പ്രാരബ്ധങ്ങളിൽ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വഴിപാടുകൾ വഴി പോലെ പാടുപെട്ട് ദേവതയ്ക്ക് സമർപ്പിക്കുന്നതാണ് വഴിപാട്. നമ്മൾ ഈ യജ്ഞങ്ങളൊക്കെ സ്വാമി ആദ്യമേ നിങ്ങളോട് ചോദിച്ചു, യജ്ഞങ്ങൾ വല്ലതും നടക്കുന്ന കണ്ടിട്ടുണ്ടോ? ആരും കണ്ടതായിട്ട് പറയുന്നത് കേട്ടില്ല. പക്ഷേ ഈ യജ്ഞങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു മന്ത്രമുണ്ട്. എന്താണെന്നറിയാമോ? ഇദം നമമ, ഇദം നമമ, ഇദം നമമ. എന്തിനാ യജമാനനും യജമാന പത്നിയും കൂടെ ഇടയ്ക്കിടയ്ക്കത്ത് പറയുന്നത്? ഇതൊന്നും ഞങ്ങളുടെയല്ല. പിന്നെ ഇതൊക്കെ ഇത് ആരുടെയാണ്? ഇതെല്ലാം നിൻ്റെ തന്നെ സാധനങ്ങളാണ്. ഇത് നിനക്ക് തന്നെ തരികയാണ്. പിന്നോ ഇത് ഈ 7ാമത്തെ ഭഗവത്ഗീതയിൽ വീണ്ടും ഭഗവാൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മനുഷ്യാണാം സഹസ്രേഷു കഞ്ചിത് യദതി സിദ്ധയേ യദതാമപി സിദ്ധാനാം കഞ്ചിൻ മാം വേത്തി തത്വതാം. എത്രയോ പേരാണ് എന്നെ അന്വേഷിക്കുന്നത് അല്ലേ? നമ്മളിപ്പോൾ ശബരിമലയിൽ പോയി സ്വാമി പറഞ്ഞു, എന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? തത്വമസി, അത് നീയാകുന്നു. പക്ഷേ അത് നീയാകുന്നു, ഏത് നീയാകുന്നു? അതിനെ നമ്മൾ ഊട്ടി ഉറപ്പിക്കല. അതെന്താണ്? അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മം ഞാൻ തന്നെയാണ് എന്ന ഉറപ്പിക്കലിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ സത്സംഗങ്ങൾ വേണം. ഇങ്ങനെയൊക്കെയുള്ള സത്സംഗങ്ങൾ വരുമ്പോൾ ഒരു ഗുരുസന്നിധിയിൽ പണ്ട് വള്ളിക്കാവ് ചെല്ലുമ്പോൾ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ ഞങ്ങളുടെ അടുത്തുള്ളൊരു ബ്രാഹ്മണൻ, പൂജ ചെയ്യുന്ന ബ്രാഹ്മണനുമായിട്ട് എന്നോട് ചോദിച്ചു, സന്തോഷം എനിക്ക് ഈ വള്ളിക്കാവിൽ അമ്മയുടെ അടുത്തൊന്ന് പോകണം. ഞാൻ ചോദിച്ചു, തിരുമേനി എന്തിനാണ് പോകുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരിയും 10,000-കണക്കിന് ആളുകൾക്ക് വരുന്ന ഒരു അസുഖമുണ്ട് ഈ പയ്യന്. ലണ്ടനിലാണ് ഇപ്പോൾ. അതായത് ഇങ്ങനെ കാഴ്ച മങ്ങിക്കൊണ്ടേയിരിക്കുക. അതിന് മരുന്നൊന്നുമില്ല. 10,000 പേരിൽ ഒരാൾക്ക് വരുന്നൊരു അസുഖമാണ്. അപ്പോൾ ഇദ്ദേഹം നല്ല വ്യക്തമായിട്ട് അമ്പലത്തിൽ ശ്രീലകത്ത് കയറിയിട്ട് ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത, നല്ല രസമാണ് ചെല്ലുന്ന കേൾക്കാൻ. അപ്പോൾ ഇത്രയും അടുത്തിരുന്ന് ജപിച്ചപ്പോൾ നമ്മൾ ബ്രാഹ്മണരല്ല, നമ്മൾ വെളിയിൽ നിന്ന് തൊഴുമ്പം ഞാൻ ചോദിച്ചു, തിരുമനസ് എന്നെന്തോ അമ്മയോട് ചോദിക്കേണ്ടത്? സന്തോഷം, എനിക്ക് അമ്മയോട് ചോദിക്കാനുള്ളത് ഈശ്വരനുണ്ടോ? അപ്പം നമ്മുടെ ഇപ്പം പിള്ളേർ പറയുന്ന പോലെ നമ്മുടെ കണ്ണിൽ ഈ ഫിലിമെൻ്റ് പോയി. അത് തിരുമേനി അങ്ങനെ ചോദിക്കാമോ? സന്തോഷ് വെളിയിൽ വന്ന് തൊഴുന്നത് കൊണ്ടാണ് സന്തോഷിന് ഇത്രയും അട്രാക്ഷൻ. ഞാൻ അതിനെ തൊട്ടിരുന്നാണ് ജപിക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയും ഒരു അതിനോടുള്ളൊരു തീവ്രത കുറവാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണ്? ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത്രയും പേര് എന്നെ അന്വേഷിക്കുന്നെങ്കിലും ഇതിനെ തൊട്ടറിയണം. ഇപ്പോൾ സാറ് പറഞ്ഞ എന്താ? തൊട്ടടുത്തുണ്ടായിരുന്നു അല്ലേ?
ശാരദാദേവിയുടെയും ആ ഭഗവാന്റെയും ഒക്കെ തൊട്ടടുത്തുണ്ടെങ്കിലും ഇതെന്താണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാന്ന് തോന്നി, എന്നോട് ഈ ശ്രീരാമകൃഷ്ണ ഭക്തിയായിട്ടുള്ളൊരു അമ്മ പറഞ്ഞതാണ്. ആ അമ്മ വായിച്ച് ഞാൻ അത്രയായിട്ടില്ല വചനാമൃതം, അതിനകത്ത് ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചു പോലും, സ്വാമി എത്രയോ ദൂരമുള്ളവരാണ് അങ്ങേ ഇത്രയും ദൂരത്തുനിന്ന് കാണാൻ വരുന്നത്. ഇപ്പം പറഞ്ഞില്ലേ 2 രൂപ കൊടുക്കേണ്ടടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട ഇത്രയും ഭക്തജനങ്ങളുടെ വാലെ പിടിച്ച് ഇത്രയും കഷ്ടതയും ഇത്രയും പൈസയും മുടക്കി പോയി അല്ലേ. അപ്പം ഈ എന്തുകൊണ്ടാണ്, അപ്പോൾ എന്ത് കഷ്ടത സഹിച്ചു. തൊട്ടടുത്തുണ്ടായിരുന്നു ഒരു കീർത്തനമുണ്ട്, അരികിലുണ്ടെങ്കിലും അറിയാൻ കഴിയാതെ തിരയുന്നു ഞാനമ്മേ. ഇപ്പം എൻ്റെ തൊട്ടടുത്തുണ്ട്, പക്ഷേ അല്ലേ എനിക്ക് അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ അജ്ഞാനം, ആ ദ്വന്ദ്ഭാവം, ആ യശോദാമയ്ക്ക് ഭഗവാനെ കെട്ടാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് കെട്ടാൻ പറ്റാഞ്ഞത്? ഈ 2 എന്ന ഭാവം. ഇപ്പം ഇവർ സാറിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ കുചേല പത്നി. ഈ കുചേലൻ ആരാണ്? നമ്മൾ തന്നെയാണ് ഈ കുചേലൻ. അപ്പം ഇത് നമ്മൾ ഈ ശ്രീമദ് ഭാഗവതമൊക്കെ മനസ്സിലാക്കുമ്പം നല്ല തത്വമാണ് സാറ് പറഞ്ഞത്. നമ്മളിത് മനസ്സിലാക്കി പിന്നെ ഇതിൻ്റെ തത്വത്തിലോട്ട് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ ഇതൊക്കെ 2-3 ഭാഷയിൽ വേണം. നമ്മൾ ഈ ഭാഗവതമൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പം അമ്മമാരായിക്കോട്ടെ, ശരിയായി ഇപ്പം പ്രായം കഴിഞ്ഞു, പക്ഷേ ഈ പ്രായത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മളിത് സമാധി ഭാഷയിൽ വേണം മനസ്സിലാക്കാൻ. നമ്മുടെ കൊച്ചുങ്ങൾക്ക് കല്യാണം കഴിച്ചു, അവർക്ക് പിള്ളേരുണ്ടായി, അവരെ വലിയ ഹൈ എഡ്യൂക്കേഷനിൽ ചേർത്തു, അവർ പിന്നെ അവരുടെ മക്കളെ വിട്ടു. ഈ ഭാഷയിൽ മനസ്സിലാക്കുകയല്ല ഇതിനകത്തെ അർത്ഥം. ഇത് ഈ സമാധി ശരിക്ക് ബുദ്ധി ഉറച്ചവരുടെ മനസ്സിൽ ആ ഭാഷയിൽ വേണം ഇതിനെ മനസ്സിലാക്കാൻ. അപ്പോൾ എന്താണ് ഈ കുചേലപത്നി ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇതിനകത്ത് ഭാഗവതം ഞാൻ നോക്കി, ഇപ്പം നിങ്ങൾ ഭാഗവതം കൊണ്ടുവന്നിട്ടില്ല. അതിനകത്ത് പറയുന്നുണ്ട്, അയം ഹി പരമോലാഭ പുണ്യശ്ലോകദർശന. എന്താണ് ഈ കുചേലൻ മനസ്സിൽ വിചാരിച്ചത്? എത്രയോ നാളായിട്ട് ഈ കല്യാണി ഇങ്ങനെ പറയുന്നുണ്ട്, ഭഗവാനെ ഒന്ന് പോയി കാണ്, ഭഗവാനെ ഒന്ന് പോയി കാണ്. അപ്പം ഇതൊരു നിമിത്തമായിട്ട് ആര് കണ്ടു? ഈ കുചേലൻ കണ്ടു. അപ്പം കുചേലൻ എന്താണ് സാറ് പറഞ്ഞ പോലെ വിചാരിച്ചത്? അദ്ദേഹത്തിന് ഇതൊന്നും വേണ്ട. പക്ഷേ ഈ അവലിങ്ങനെ പായ്ക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇവർ പറയുന്നുണ്ട്, ഇവർക്ക് അതിനുള്ള അത്രയുള്ള സുഹൃതമില്ല, ഇവർക്ക് ഈ അവർ കൊടുക്കാനുള്ള സുഹൃതമേ ഉള്ളൂ. ഭഗവാനെ ഇത് നീ കൈക്കൊള്ളണേ. നീ അത് മുമ്പേ പറഞ്ഞില്ലേ, ഭാവം, നാമം പറഞ്ഞു, നാമം ഉറപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ആ നാമമഹിമ പറഞ്ഞു, നാമമഹിമ പറഞ്ഞു, പിന്നെ നാമം ഉറപ്പിക്കുന്ന കാര്യം പറഞ്ഞു. അതിനകത്ത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ സാറ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇത് കൊടുക്കുമ്പോഴൊക്കെ ഈ ഭാവമുണ്ട്. ആ യാചക ഭാവമല്ലായിരുന്നു, ഭഗവാനെ ഈ ഞാൻ കൊടുക്കുന്ന ഈ ദ്രവ്യം അങ്ങ് അനുഭവിക്കണേ. ഈ ഭാവനയോടുകൂടി വേണം നമ്മൾ ക്ഷേത്രത്തിൽ എന്ത് സമർപ്പിക്കാൻ. അതുകൊണ്ട് സാറ് പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് വരുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. ഏതൊരുവനോ ഒരുവളോ ആണോ വളരെ സമർപ്പണമായിട്ട്, സറണ്ടറിങ് അല്ലേ സാറേ, നമ്മുടെ നിഷ്കളങ്കമായിട്ടുള്ള ഞാനെന്ന ഭാവമില്ല അവിടെ, ഞാനും അങ്ങ് ഒന്നാണെന്ന ആ ഭാവനയോടുകൂടി വളരെ റെസ്പെക്റ്റായിട്ട് ദാനത്തെക്കുറിച്ച് 3 അധ്യായം തൈത്തരീയോപനിഷത്തിൽ പറയുന്നുണ്ട്. എങ്ങനെ വേണം? ശ്രദ്ധയാ ദാനം അശ്രദ്ധയാന. വളരെ ശ്രദ്ധയോടെ എനിക്കിത് ചെയ്യാൻ പറ്റിയല്ലോ, വലത് കൈ കൊടുത്താൽ ഇടത്ത് കൈ അറിയാത്ത രീതിയിൽ. മുമ്പേ അദ്ദേഹം പറഞ്ഞു, ഇപ്പം സാറ് പറഞ്ഞു, ഞങ്ങളുടെ അമ്മയൊക്കെ ഇപ്പോഴും പറയും, സന്തോഷേ ഇന്ന് ആരാണ്ട് വരുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു സാറേ, ഈ കാക്കയുടെ വാല്, ഈ കാക്ക ഇങ്ങനെ ഏത് ഭാഗത്തോട്ട് അതിൻ്റെ വാല് ഭാഗത്തു നിന്ന് ആൾ വരുന്നത്, അങ്ങനെ കണ്ട എന്തേലും മേടിച്ച് വെച്ചേക്കണേ ആരില്ലെന്ന്. ഞാൻ പറയാം, അമ്മയ്ക്ക് എങ്ങനെ അറിയാം? നീ ഇതുവരെ കേട്ടിട്ടില്ലേ? ഈ കാക്ക ഒരു പ്രത്യേക സ്വരത്തിൽ ഇങ്ങനെ ക്രാ ക്രാ എന്നിങ്ങനെ അതിങ്ങനെ ഈ തൊണ്ടയ്ക്ക് കഫം കെട്ടി നിൽക്കുന്ന രീതിയിൽ വിളിക്കും. അപ്പോൾ അതിൻ്റെ ദിക്ക് നോക്കിയിട്ട് അമ്മൂമ്മ പറഞ്ഞായിരിക്കും അമ്മയ്ക്കാറ്, പക്ഷേ അച്ചട്ട. അതുപോലെ ഇപ്പം പറഞ്ഞ ഈ പല്ലിയുടെ കാര്യം, ഇപ്പം പല വീട്ടിലും എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ പല്ലിയെ കൊല്ലാനുള്ള സാമഗ്രികൾ മേടിച്ച് കൊല്ലുക ചെയ്യുന്നത്. അത് പാപമാണ്. ഗൃഹസ്ഥൻ ഇവർക്കൊക്കെ ആഹാരം കൊടുക്കണം. ഈ തമിഴ് ബ്രാഹ്മൺസ് എന്തിനാണ് ഈ കോലം വരയ്ക്കുന്നത്? നമ്മുടെ വിഷയം അതല്ലെങ്കിൽ പോലും ഇത് പറഞ്ഞത് നിങ്ങളുടെ ആ 2 പേരെ ഉള്ളിൽ അത്രയും പേരുടെ മനസ്സിൽ ആ ഒരു ഭക്തി ഉൾക്കൊള്ളിക്കാനാണ്. കാരണം ഞങ്ങളുടെയൊക്കെ അമ്മ രാവിലെ ഇങ്ങനെ അരി ഇട്ടാൽ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അമ്മുമ്മയും ചെയ്യുമായിരുന്നു. ആ അരി തിളച്ച് ഒരു പരുവമാകുമ്പം ഇങ്ങനെ ആ വടക്ക് വശത്തോട്ടുണ്ട് കുറച്ച് ചോറ് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ്. അപ്പം വീട്ടിൽ തിഥി നോക്കാതെ, ഇപ്പോൾ സാറതെല്ലാം പറഞ്ഞായിരുന്നു, എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുക, തിഥി നോക്കാതെ വീട്ടിൽ വരുന്നവൻ ആരാ? അതിഥി. ഒന്നും നമ്മൾക്ക് ഒരു ഇൻഫർമേഷനും തരാതെ വീട്ടിൽ വരുന്നവൻ. അപ്പം ഈ അതിഥിക്ക് കൊടുത്തതിൻ്റെ ബാക്കി വേണം ആര് കഴിക്കാൻ? ഗൃഹസ്ഥൻ കഴിക്കാൻ. അല്ലാതെ ഗൃഹസ്ഥൻ അതിഥി വരുന്ന, അപ്പോൾ അതിഥി നേരത്തെ ഇൻഫർമേഷൻ പറഞ്ഞു എങ്ങനെയും വന്നാൽ അവർക്ക് കൊടുത്തതിൻ്റെ ബാക്കി വേണം അതിഥി. അത് എന്തായി? അത് പ്രസാദമാകും. ഇല്ലെങ്കിലോ
ദോഷം വരുത്തും. അപ്പം പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ അമ്മയൊക്കെ ഈ നമ്മുടെ ആ പാതകം എന്തോ അങ്ങനെയൊക്കെ പറയുമല്ലോ, വെക്കുന്നിടത്ത് കുറച്ച് ചോറ് അമ്മമ്മയൊക്കെ പറയും, എത്ര വൃത്തിയാക്കിയാലും 2-3 ചോറിട്ടില്ല പല്ലി വന്ന് ശപിക്കുമെന്ന്. കാരണം ഇതൊക്കെ നമ്മളെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വെച്ചെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിൽ നല്ല സാത്വിക ഗുണങ്ങളെ ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചത്. അല്ലാതെ നമ്മളിപ്പം ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ ഒരു പട്ടിയെ കല്ലെറിയുമ്പോൾ അവരെ ആര് വിലക്കണം? നമ്മൾ വിലക്കണം. കാരണം അന്ന് സ്വാമി ഒരു കഥ പറഞ്ഞ് ഓർമ്മയില്ലേ? സ്വാമി ഇങ്ങനെ ഒരാടെ സൈക്കിളിൻ്റെ കാറ്റൂരി വിട്ട് ലാസ്റ്റിൽ സ്വാമി തന്നെ ഒത്തിരി ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇത് കുചേലൻ്റെ മനസ്സിൽ ഈ ഒരു ഭാവമേ ഉണ്ടായിരുന്നുള്ളൂ. സാറ് പറഞ്ഞതുപോലെ മറ്റൊന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല, ആ യാചക ഭാവമില്ലായിരുന്നു. എന്താണ്, എപ്പോഴും ആ ഭഗവാനെ എങ്ങനെയാണേലും ഭഗവാനെ ജപിക്കുക. ഈ ഒരു ഭാവം ആർക്ക് മനസ്സിലാകും? ഭഗവാന് മനസ്സിലാകും. അപ്പം നമ്മുടെ ഈ ഭാവങ്ങളൊന്നും നമ്മൾ വിചാരിക്കല്ല ഞാനൊരു തുണി കൊടുത്താൽ ഭഗവാൻ ബോധിക്കും എന്നൊന്നുമില്ല. നമ്മളെ വേദാന്തമൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയും, ഞാൻ ഒത്തിരിയും ജന്മങ്ങൾക്ക് ശേഷം ജനിച്ച ഈ ജന്മത്തിൽ ഞാൻ ശബരിമല പോയി, നല്ലത് തന്നെ. ഈ ശബരിമല പോയതിൻ്റെ ഫലം എനിക്ക് എന്നെങ്കിലും കിട്ടും, അല്ലെ ഒരു തിരി കത്തിച്ചതിൻ്റെ ഫലം കിട്ടും. പക്ഷേ എന്ന് കണ്ട് ഞാൻ ഇതിനു മുമ്പിൽ ചെയ്തിരുന്നതായിട്ടുള്ള സഞ്ചിത പ്രാരബ്ധ ആർജിത കർമ്മങ്ങൾ ഇതിൽ നിന്നും എനിക്ക് മോചനമില്ല. ഈ കർമ്മങ്ങൾ ആരനുഭവിക്കണം? ഞാൻ തന്നെ അനുഭവിക്കണം. ഞാനൊരു പട്ടിയെ കല്ലെറിഞ്ഞു. ഞാൻ ഒരു ക്ലാസ്സിൽ ആദ്യമേ പറഞ്ഞു, ശ്രീമദ് ഭാഗവതത്തിലെ വിതുരരുടെ കഥ പറയുമ്പം ഈ മാണ്ഡിക്യ മുനി ശാപത്താൽ ഒരു ശൂദ്ര യോനിയിൽ വന്ന് ജനിക്കാനിടയായി. അപ്പം ഈ ശാപം എന്തായിരുന്നു? ഇദ്ദേഹം ഒരിടത്ത് ഇങ്ങനെ തപസ്സിരുന്ന സമയത്ത് കുറച്ച് കള്ളന്മാരും കൊള്ളക്കാരും വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഒളിച്ചിരുന്നപ്പോൾ രാജഭടന്മാർ വന്നിട്ട് ഇപ്പം ആശ്രമത്തിലിരുന്ന സ്വാമിയെ കൂടെ പിടിച്ചുകൊണ്ട് പോയി. സ്വാമി പറഞ്ഞു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതൊന്നും പറയേണ്ട കാര്യം, ഇപ്പോഴത്തെ നീതിയല്ലായിരുന്നു അന്നത്തെ. അപ്പം നിങ്ങൾ ഇവരെ ഒളിച്ച് താമസിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങളും കുറ്റക്കാരനാണെന്ന് സ്വാമി പറഞ്ഞത് കേൾക്കാതെ ഇവരെ 3 പേരെ ഇവർക്ക് കൊടുത്ത് ആ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പൃഷ്ഠത്തിൽ അറിയാമല്ലോ, പൃഷ്ഠത്തിൽ ശൂലം കുത്തിച്ച് നിർത്തി. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റവർ 2 പേരും മരിച്ചുപോയി. സ്വാമി മാത്രം മരിക്കാൻ നിന്നപ്പോൾ രാജാവിന് പശ്ചാത്താപമായി ഇദ്ദേഹത്തെ ഇറക്കി, ശൂലമുനയിൽ നിന്ന് ഇറക്കിയിട്ട് ഇദ്ദേഹം എൻ്റെ പ്രാരബ്ധമാണെന്ന് മനസ്സിലാക്കി നേരെ എവിടെ പോയി? യമധർമ്മൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഞാൻ ചെയ്ത പാപം എന്താണ്? 3 ദിവസം ഞാനിങ്ങനെ ഈ ശൂലമുന എൻ്റെ പൃഷ്ഠഭാഗത്ത് കുത്തി നിർത്താൻ എന്താണ് ഞാൻ തെറ്റ് ചെയ്തതെന്ന് ചോദിച്ചു. പറഞ്ഞു, അങ്ങ് 12 വയസ്സിന് മുമ്പ് ഈ പ്രാണികളെ നിങ്ങളും ഒക്കെ കണ്ടാണ്, ഞാനും ഒക്കെ പല കല്ലെടുപ്പിച്ചിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ പിന്നെ എനിക്കും പേടിയുണ്ട്. ഈ പ്രാണിയെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ കൊച്ചു കല്ലേൽ ഇങ്ങനെ പൊക്കും, ഈ തുമ്പി എന്നിട്ട് ഇങ്ങനെ പല്ലപ്പല്ല് അങ്ങോട്ട് മേലെ ഇങ്ങോട്ട് മേലെ ഇങ്ങനെ പല്ലപ്പല്ല് പൊങ്ങും. അപ്പോൾ ഇദ്ദേഹം ചെയ്ത് അങ്ങനല്ല, ഇദ്ദേഹം ചെറിയ കുശപ്പുല്ല് കൊണ്ട് ഇതിൻ്റെ പൃഷ്ഠത്തിൽ കുത്തുമ്പോൾ ഇതിങ്ങനെ മുകളിലോട്ട് ഇത് പൊങ്ങുമ്പം ഈ പുല്ലും കൂടി പൊങ്ങും. ഇത് കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തെറ്റ് അങ്ങ് ചെയ്തത് കൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പം പറഞ്ഞു, കേവലം 12 വയസ്സിന് മുമ്പ് ചെയ്ത തെറ്റിന് പോലും ശിക്ഷ വിധിച്ച അങ്ങ് ശൂദ്രയോനിയിൽ ജനിക്കാൻ ഇടവരട്ടെ. അദ്ദേഹമാണ് ഈ വിതുരരായിട്ട് ശ്രീമദ് ഭാഗവതത്തിലെ ഒരു കഥാപാത്രം. അതുകൊണ്ട് നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്താലും ഇതൊക്കെ നമുക്ക് ബാധകമാണെന്നൂടെ നമ്മൾ ചിന്തിക്കണം. ഇപ്പം ഈ കർക്കിടക മാസമാണ്, പ്രത്യേകിച്ച് രാമായണം എന്നും വായിക്കേണ്ട ഗ്രന്ഥമാണെങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, നമ്മുടെ അന്തർലീനമായിട്ടുള്ള അഹങ്കാരമോ അറിവില്ലായ്മയോ കൊണ്ട് ഇപ്പം ഇത് തട്ടുംപുറത്ത് വെച്ചിരിക്കുകയാണ്. കർക്കിടക മാസം മാത്രം പൊടി തട്ടിയെടുക്കും രാമായണം, രാമസ്യ അയണം രാമായണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാറ് പറഞ്ഞതുപോലെ ഈ ആർത്തനാണോ ഞാൻ അർത്ഥാർത്ഥിയാണോ അതോ ഞാൻ ജ്ഞാനിയാണോ എന്ന് ആര് ചിന്തിക്കണം? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ ഇതായിരിക്കണം, ആ കുചേലൻ്റെ ആ ഒരു ഭാവമായിരിക്കണം നമുക്ക്. എന്താണ് എനിക്ക് ഭഗവാന്റെ ആ ദർശനം, എന്താ ദർശനം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദൃശ്യതേ നേന ഇത് ദർശനം, ഉൾക്കാഴ്ചയുള്ള കാഴ്ചയാണ് ദർശനം. തത്വമസി അത് ഉപനിഷത്ത് മന്ത്രമാണ്. ആ മന്ത്രത്തിൽ നീ ആരെയാണോ അന്വേഷിക്കുന്നത് അതാരാണ്? നീ തന്നെയാണ്. ഇപ്പം സ്വാമി അത് വ്യക്തമായിട്ട് പറഞ്ഞു. അതിനെ ഉറപ്പിക്കലാണ് എന്താണ്? അഹം ബ്രഹ്മാസ്മി. അപ്പോൾ ഈ ഭാഗവതമൊക്കെ ഇങ്ങനെയുള്ള പുരാണങ്ങൾ, പണ്ടേ നവമായിരിക്കുന്ന ഈ പുരാണങ്ങൾ വായിച്ചാൽ എന്ത് നമ്മൾ മനസ്സിലാക്കണം? നമ്മൾ ഇത് എന്താണ്? അന്തേ നാരായണ സ്മൃതി. മുമ്പേ സ്വാമി പറഞ്ഞില്ലേ, ഇതൊക്കെ ഭഗവത്ഗീതയിൽ കോട്ട് ചെയ്ത സ്വാമി പറഞ്ഞതും
സാറ് പറഞ്ഞതും ഒക്കെ. അപ്പം നമ്മുടെ എപ്രകാരമാണോ നമ്മൾ അവസാന നിമിഷത്തിൽ നമ്മുടെ ഈ കളയബരം, ഈ ശീര്യത, ഇത് ശരീരം, ഇത് വിട്ടുപോകുമ്പോൾ നമ്മുടെ സ്മരണ എന്തിലാണോ അതായിട്ട് നമ്മൾ പുനർജനിക്കും. നിങ്ങൾക്കൊക്കെ അറിയാം ജഡഭരതൻ്റെ കഥ അല്ലേ? ഭഗവാനെ, ചതുർഭാഗമായിട്ടുള്ള ഭഗവാനെ നേരിട്ട് കണ്ട് സാക്ഷാത്കരിച്ച അദ്ദേഹത്തിന് ഒരിക്കൽ ഹോമത്തിന് വേണ്ടി ചമത ശേഖരിക്കാൻ പോയ സമയത്ത് ആ ഗംഗാനദിയിൽ ഇങ്ങനെ ക്ഷുബ്ധമായി വരുന്ന ആ ഭാഗത്ത് ഒരു പ്രസവിക്കാറായ മാൻപേട ഇങ്ങനെ ഇപ്പം പ്രസവിക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ആ ഭഗവാനെ കണ്ട് അദ്ദേഹത്തിന് ആ ഒരു കാരുണ്യം, ഒരു അനുകമ്പ തോന്നി ആ മാൻപയോടുള്ള അനുകമ്പ ഇദ്ദേഹത്തെ തിരിച്ച് ഒരു മാനായിട്ട് ജനിക്കാൻ ഇടവരുത്തി. എന്താണ്, ഇദ്ദേഹം ആ പോയ വഴിക്ക് ആ കാര്യത്തിന് പോയാൽ മതിയായിരുന്നു, ഭഗവാനെ സാക്ഷാത്കരിച്ച്. എങ്കിൽ പോലും മുമ്പേ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഭാവനയാണിതെല്ലാം. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ മറ്റുള്ള വിഷയങ്ങളുള്ളത് കൊണ്ട്, നമ്മൾ ഗൃഹസ്ഥന്മാർക്ക് ആ ഒരു പോരായ്മയുള്ളതുകൊണ്ട് നമ്മൾ ഭഗവാനെ സാക്ഷാത്കരിച്ചാലും ഇത് മറ്റ് എപ്പോഴും സടകുടഞ്ഞെഴുന്നേക്കാൻ പറ്റും അല്ലേ? നമ്മുടെ ആ ദുർവിചാരങ്ങൾ. അപ്പോൾ ഇദ്ദേഹത്തിന് എളുപ്പം തോന്നി, അയ്യോ അതിനിപ്പോൾ ആ സിംഹം പിടിക്കുമല്ലോ എന്ന് തോന്നി. ഇതിനെ രക്ഷിക്കാൻ തോന്നിയതേ ഉള്ളൂ, രക്ഷിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ രക്ഷിച്ചപ്പോൾ എന്ത് തോന്നി? വേണ്ട, അതിനെ അപ്പോഴത്തേക്ക് ഇത് പ്രസവിച്ചു, ഇത് ഒഴുക്കിൽപ്പെട്ടു പോയി, അമ്മ പോയി, പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, ഇതിനെ അപ്പോഴത്തെ ആ സിംഹം പിടിക്കുമല്ലോ എന്നുള്ള ആ ശങ്കയിൽ ഇദ്ദേഹം ഇതിനെ എടുത്ത് തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി. പ്രാരബ്ധം കിടക്കുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ശ്രീരാമകൃഷ്ണൻ എന്താ പറഞ്ഞത്? അപ്പം ഈ ചോദിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ ആ ഗംഗാ നദിയിലോട്ട് നോക്കൂ. ആ ഗംഗയുടെ തൊട്ടടുത്ത് ഒരു പശുവിനെ കെട്ടിയിട്ടിരിക്കുക. ഇതിൻ്റെ അടുത്തുണ്ട് ഈ ഗംഗാനദി. പക്ഷേ ഈ ഗംഗയിലെ ജലം കുടിക്കാൻ ആർക്കും പറ്റത്തില്ല, ഈ പശുവിന് പറ്റത്തില്ല. എന്താ കാരണം? ഇതിനെ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളെയൊക്കെ ഓരോരുത്തരെ, അതിനെ ഈ ഭാഗവതമൊക്കെ വായിക്കുന്നതിന് മുമ്പ് പറയാറുണ്ട്, സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗ്രഹീതാംഗം മാം ഉദ്ധര ഭവാർണവാദ. ഭഗവാനെ, സംസാരമാകുന്ന സാഗരത്തിൽ മുങ്ങിക്കിടക്കുന്ന എന്നെ കർമ്മങ്ങളാകുന്ന മുതലായ ജലജന്തുക്കളെ ബന്ധിച്ചിരിക്കുക അല്ലേ? നമ്മളൊക്കെ നാമം ജപിക്കാണ്ടിരിക്കാൻ നമുക്ക് ഓരോന്നും, നീ നമ്മുടെ കൊച്ചുമക്കളായിരിക്കും. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ കൊച്ചുമക്കളെ നമ്മൾ ആരായിട്ട് കാണണം? ഭഗവാനായിട്ട് കണ്ടാൽ പോരെ? നമ്മുടെ ആ വിഷയം മാറിയില്ലേ? ഈ ഭഗവാനായിട്ട് ആ കൊച്ചുമോനെ ഉണ്ണിക്കണ്ണനായിട്ട് കാണുമ്പം നമ്മൾ ആ കുഞ്ഞിലും ആരെ കാണും? ഉണ്ണിക്കണ്ണനെ കാണും. അപ്പം നമ്മുടെ ആ വിഷൻ ശരിയാകും. നേരെ മറിച്ച് നമ്മൾ ഭഗവാനെ നാം ജപിക്കാണ്ടിരിക്കുമ്പം കൊച്ചുമോൻ്റെ ആ ഒരു പ്രശ്നം പറയാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഭാഗത്തിൽ നിന്ന് നമ്മളെ മാറാൻ നോക്കും. പക്ഷേ ഇങ്ങനെ മാറാൻ നോക്കുമ്പോഴൊക്കെ നമ്മുടെ പ്രാരാബ്ധം കൂടത്തേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും ഇതെല്ലാം ഭഗവാനായിട്ട് ഭാവന ചെയ്യണം. ഇനിയിപ്പോൾ ഹരിനാമകീർത്തനത്തിലെ ഭഗവാന്റെ വിശ്വരൂപ വർണ്ണനയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? നമ്മളൊരു മല കണ്ടാലും ഇത് ഭഗവാന്റെ ഇന്ന ഭാഗങ്ങളാണ്, ഇതെല്ലാം എൻ്റെ ഓരോ ഭാഗങ്ങളാണ്. കണ്ണിതാണ്, കാലിതാണ്, പൃഷ്ഠം ഇന്നതാണ്, ശ്വാസം ഇതാണ്, ഈ രോമങ്ങളൊക്കെ ഔഷധങ്ങളാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഭാവന ചെയ്യുമ്പോൾ എന്താ വരുന്നത്? എല്ലായിടവും നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റും. അങ്ങനെ എല്ലായിടവും ഈശ്വരനെ കാണുമ്പം വേറെ ഒരു ചിന്തയ്ക്ക് അവിടെ സ്ഥാനമില്ലാതെ വരും. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ നമുക്ക് ഭഗവാങ്കിലേക്ക് ആക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനിയും പറയുന്നത്. അപ്പം നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറിൻ്റെ. ഒത്തിരി ഇത് തോന്നി. കാരണം ഏറ്റവും സാറ് പറഞ്ഞ പോലെ ഈ ആ അധ്യായത്തിലെ 7ാമത്തെ അധ്യായത്തിലെ ആ മന്ത്രങ്ങളെന്ന് പറയാറില്ല, ഭഗവത്ഗീതയെ ആയതുകൊണ്ട് ശ്ലോകങ്ങളാണ്. പക്ഷേ ഉപനിഷത്തുകൾ സ്വാമി പറഞ്ഞല്ലോ, നിങ്ങൾ ഈ സ്വാമി പറയുന്ന കാര്യങ്ങളായിരുന്നു നമുക്ക് കിട്ടുന്ന ഒരു വലിയ ചാൻസ്. ഇതൊക്കെ ഇപ്പം തൊട്ടടുത്ത് നമ്മളൊക്കെ ഇത്രയും ദൂരത്തു നിന്ന് വന്നല്ലേ. വേറൊരു ചേച്ചി പറഞ്ഞ് നടന്നു എന്ന് ഒത്തിരി ദൂരത്ത് വന്നു. ഞാനും സാറും കൂടി വന്നപ്പം 3 അമ്മമാർ നമ്മളെ നോക്കൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ അമ്മമാരുടെ ആ പ്രായമാകുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ല, കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെ. പക്ഷേ അവരെന്നാലും ആ മുമ്പേ പറഞ്ഞ പോലെ ജ്ഞാനിയുടെ ആ ഭാവത്തിൽ അവർ വന്നില്ലേ. അപ്പം ഇത് അവരുടെ മുൻ ജന്മത്തിൽ ചെയ്ത സുഹൃതം കൊണ്ടായിരിക്കും. എത്രയോ പേര് ഇപ്പം ഇവരൊക്കെ കാറേ വരാത്തവർ നടന്നു വന്നവരുണ്ട്. എന്നാൽ തൊട്ടടുത്തുള്ളവരൊക്കെ കാണത്തില്ലേ, അവർക്കൊന്നും ഇത് കേൾക്കുകയേ വേണ്ട. ഈ ശ്രീമദ് ഭാഗവതമൊക്കെ വായിക്കുന്ന സ്ഥലങ്ങളിൽ ഈ വള്ളിക്കാവില അമ്മ ഒരു പ്രഭാഷണം, അമ്മ എപ്പം വന്നാലും ഇങ്ങനെ നമസ്കരിച്ചിട്ട് പറയും, പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളുമായിരിക്കുന്നവർക്ക് നമസ്കാരം. അപ്പോൾ എന്താണ് ഈ ആത്മസ്വരൂപികൾ? സാറ് കേട്ടിട്ടില്ലേ? അമ്മ എപ്പോഴും പറയും, ഈ നമ്മളറിയാതെ ഒരു അദൃശ്യ ശക്തികൾ ഇവിടെ വരുന്നുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ എന്തിനാ ഇപ്പോൾ ഈ കർക്കിടകത്തിൽ ബാഹുബലിയൊക്കെ ആയിട്ട് ഈ പിതൃക്കളൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മുടെ ഈ ഹിന്ദു മിത്തോളജി പ്രകാരം 3 തരം മൃത്യുണ്ട്.
ഈ ശരിക്ക് പക്വമൃത്യു, അതായത് 60 വയസ്സ് കഴിഞ്ഞ് എല്ലാം പക്വമൃത്യുവായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അപക്വമൃത്യു, 60 വയസ്സിന് മുകളിലോട്ട് വരുന്നതെല്ലാം അപക്വമൃത്യുവായിട്ടാണ് പറയാറ്. പിന്നെ അപമൃത്യു എന്തുവാ? വണ്ടി ഇടിച്ച് മരിക്കുക, തീവെന്ത് മരിക്കുക, സർപ്പദംശമേറ്റ് മരിക്കുക, ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആത്മാക്കൾക്ക് മറ്റ് ജന്മങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു സമയമുണ്ട്. ഈ സമയം വരെ എന്താ ചെയ്യുന്നത്? അവർ ഈ പക്വമൃത്യുവൊക്കെ ഉള്ളവരെ തൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള അമ്പലത്തിലോ അങ്ങനെയുള്ള ആൽമരങ്ങളിലോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് അടുത്ത ഒരു ഇതിനെ സിദ്ധി വരുന്നിടം വരെ ഇരിക്കാൻ ഇടയാകും. അപ്പോൾ ആ സമയങ്ങൾ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ആൾക്കാർ എപ്പോഴും പറയും 10-41 ദിവസം മുടങ്ങാതെ വിഷ്ണു സഹസ്രനാമം ചെയ്യണം. ഇപ്പം ഈ നാമമഹിമ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഹരിനാമകീർത്തനത്തിലോട്ട് വരാം. എന്താ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശ്രീമദ് ഭാഗവതം 10 ലക്ഷണമുള്ള ഭഗവാന്റെ പുരാണമാണ്. 12 സ്കന്ധങ്ങളുണ്ട്, 335 അധ്യായങ്ങളുണ്ട്. ഇത്രയും അധ്യായങ്ങൾ, ഇത്രയും കഥകൾ ക്രോഡീകരിച്ചിട്ട് ലാസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വദേവേശ നാദസ്ത്വം നോ യഥ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പദം. ഇത്രയും എഴുതിയിട്ട് ലാസ്റ്റ് നമുക്ക് എന്താണ്, ഈ കലികാലത്തിലെ മറ്റെല്ലാ പൂജകൾക്കും ലോപം വരും. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മൾ ഈ മേടിക്കുന്ന നെയ്യ് ശരിക്കുള്ള നെയ്യാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ വിളക്ക് കത്തിക്കുന്ന എണ്ണയായിക്കോട്ടെ, തിരി ആയിക്കോട്ടെ, എന്തിനും ആ ഒരു ശരിക്കുള്ള സ്നിഗ്ധതയും ശുദ്ധതയും ഇല്ല. അമ്പലത്തിലൊക്കെ ഞാൻ ഈയിടെ കഴിഞ്ഞ തിരുവോണത്തിന് മാവേലിക്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ അവിടെ പാരായണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സത്യം പറഞ്ഞ സങ്കടം, നല്ല ഒന്നാന്തരം തുളസി ഈ കൈനറ്റിക്ക് വെച്ചുകൊണ്ട് പോവാം. ഈ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ അർച്ചിക്കപ്പെടേണ്ട ഈ തുളസി എവിടെ പുള്ളി വെച്ചുകൊണ്ടിരുന്നത്? പുള്ളിയുടെ പാദത്തിൽ അർച്ചന ചെയ്തുകൊണ്ടാണ് പുള്ളി പോകുന്നത്. ഈ കൈനറ്റിക്കിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ തിരുവല്ലക്കാരാണ്, സാറിനറിയാം. തിരുവല്ല അമ്പലത്തിൽ കുറേ പ്രായം ചെന്ന കുറേ കോളാമ്പി അപ്പൂപ്പന്മാരിരിപ്പുണ്ട്. ഇങ്ങനെ വെച്ചുകൊണ്ട് തുപ്പലെല്ലാം കൂടി വെച്ചിട്ട് പ്ലക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തൂപ്പി അങ്ങോട്ടിടും. ഈ ഭഗവാന് കെട്ടേണ്ട കേശാദിപാത മാലയെല്ലാം കൊണ്ട് ഒരു വലിയ മറ്റേ ആപ്പേ പോണത്തെ വണ്ടിയെ കൊണ്ട് ഇവർ തുപ്പിയതിൻ്റെ മണ്ടയ്ക്കോട്ട കൊണ്ടിടുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളിതൊക്കെ ശരിക്കും കാണേണ്ടതാണ്. നിങ്ങൾ തന്നെ നോക്കണം, നമ്മൾ കൊടുക്കുന്ന ദ്രവ്യങ്ങൾ ശുദ്ധതയുള്ളതാണോ? അല്ല, ഒന്നും ശുദ്ധതയുള്ളേ. പിന്നെ അവിടെ കൊണ്ടുവന്നാൽ ഇവർ വീതിക്കുക. 2-3 നിശ്ചയമാരിപ്പുണ്ട്. ഞാൻ ആരുടെയും കുറ്റം പറയുമല്ല. ഇവരുടെ ജോലി എന്താ? ഇവരിങ്ങനെ ഇത് തുളസി ഇങ്ങനെ ഈ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നു. ഇവരതിങ്ങനെ കണ്ടിക്കുക. തുലനം ചെയ്യാൻ സാധിക്കാത്ത തുളസി, ഞങ്ങൾ ഒരിടത്തിരുന്ന് വായിച്ചപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഈ തുളസി ഇങ്ങനെ കറക്റ്റ് ആയിട്ടിങ്ങനെ ബാക്കി ഭാഗം കമ്പുകളൊക്കെ അപ്പം പറഞ്ഞു. സീതാരാമൻ സാർ പറഞ്ഞു, അയ്യോ രമേ, തുളസി ഇങ്ങനെ കട്ട് ചെയ്യില്ല. അയ്യോ തിരുമേനി, ഇത് മുറിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ കെട്ടാൻ തന്നിരിക്കുന്നതല്ലേ. ആയിക്കോട്ടെ, അവർ മുറിച്ചു, ഒരു പാപം ചെയ്തു. നമ്മൾ ക്ഷേത്രത്തിലെ ബലിക്കല്ലെ ചവിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ചവിട്ടുന്നത്? അശ്രദ്ധ കൊണ്ടാണ് ചവിട്ടുന്നത്. പക്ഷേ വീണ്ടും ചിലർ അത് തൊട്ട് നെറ്റിക്ക് വെക്കും. അപ്പം വീണ്ടും അടുത്ത പാപം ചെയ്തു. അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്തത് തന്നെ തെറ്റ്, വീണ്ടും നമ്മൾ തെറ്റ് ആവർത്തിക്കരുത്. നമ്മൾ ഈ എന്താ പറയുന്ന ഭാഗവതത്തിലൊക്കെ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. നിങ്ങൾക്കിപ്പോൾ ഒരു മൊബൈൽ കയ്യിൽ കിട്ടി. ഈ മൊബൈൽ കയ്യിൽ കിട്ടിയാൽ എത്ര നിങ്ങളെ കൊച്ചുമക്കൾ പഠിപ്പിച്ചാലും നിങ്ങൾ സ്വയം ഇരുന്ന് പഠിക്കുമ്പോഴാണ് അല്ലേ നമ്മളത് സ്വയം പഠിക്കുന്നത്. ഇപ്പം ഞാൻ ഈ സാറിൽ ഒരു ബ്യൂട്ടി കണ്ട് എന്താ, സാറിൻ്റെ അത്രയും നാളത്തെ ജീവിതത്തിൽ സാറ് ഒരു വാർത്താ മാധ്യമത്തിൽ ജോലി ചെയ്തു. അത്രയും നാൾ സാറിന്, കാരണം വ്യവഹാരത്തിൽ സാറിന് ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ മറന്നുപോയി കാണും. ഞാൻ ജോലി കഴിഞ്ഞ് അന്ന് തന്നെ പത്രം നിർത്തി അല്ലേ. ശ്രീരാമകൃഷ്ണദേവൻ സുഭാഷ് ചന്ദ്രഘോഷിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴല്ലേ മറ്റേ, അപ്പം ആ വിഷമാണെന്ന് പറഞ്ഞു. ശരിയാണ്, നിങ്ങൾക്കും അറിയാം. എന്തൊരു ന്യൂസ് ഉണ്ടെങ്കിലും അത് എത്ര ദിവസം ഈ ചാനലുകാർ ആഘോഷിക്കും ഇല്ലേ? ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത കേസ് തന്നെ സത്സംഗത്തിൽ ഇത് കൂട്ടിയാൽ മതി. ഒരേ കാര്യം ഇത് പണ്ട് പുരാണത്തിൽ ഭാഗവതത്തിൽ ശ്രീമദ് ഭാഗവതത്തിലെ അനിരുദ്ധയുടെയും ഉഷയുടെയും കഥ പറയുന്നതിനകത്ത് ഇവർ ഒരു വീട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട്. അതായത് ഈ സ്വപ്നത്തിൽ ഇത് കുംഭാണ്ഡൻ്റെ പുത്രിയായിട്ടുള്ള ചിത്രലേഖ ഈ ഭഗവാന്റെ ആ ദ്വാരകയെന്ന അനിരുദ്ധനെ ഒരു മായയും പ്രവേശിക്കാത്ത ദ്വാരകയിൽ ചെന്ന് കട്ടിലോടെടുത്ത് എവിടെ കൊണ്ടുവരും? ഈ ബാണൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നൊരു സമ്പ്രദായം പറയുന്നുണ്ട്. അത് 3 ദിവസം ആഘോഷിച്ചു. എല്ലാ 3 ദിവസം ഇത് വാർത്ത. ഈ 3 ദിവസം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് പണ്ടേ ഇതൊക്കെ എഴുതി വെച്ചിരുന്ന കാര്യം. 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്ത് വരും? അടുത്ത ചാനൽ, അടുത്ത വാർത്ത. അപ്പം മറ്റേ നമ്മൾ മറന്നുപോകും. ഇത്രയേ ഉള്ളൂ ഈ വ്യവഹാരം.
ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ മനസ്സും ചിന്തകളും ഒന്നും ഇങ്ങനെയുള്ള ഇതിലോട്ട് പോകരുത്. ഇപ്പം ഒന്നിനും ഒരു ധർമ്മമില്ല, പത്രധർമ്മം ഒന്നും വല്ലതും ഉണ്ടോ? ഇപ്പം ഇവർക്ക് ചാനലിന് ഇത് കൂട്ടുക, അല്ലെ പത്രത്തിന് സർക്കുലേഷൻ കൂട്ടുക, ഇതൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് സമയം കിട്ടുന്നത് ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാനായിട്ട് നമ്മൾ വിനിയോഗിക്കണം. ഇത് പറയാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞുള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്തൊന്നും കഥകളൊക്കെ മനസ്സിലാക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ഇതിൽ അന്തർലീനമായിട്ടിരിക്കുന്ന തത്വങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മളത് സമാധി ഭാഷയിൽ അതിനെ മനസ്സിലാക്കണം. അല്ലാതെ എന്താണ് രുക്മിണി സ്വയംവരം എന്ന് ചോദിക്കുമ്പം ആടപ്രഥമനും കൂട്ടി സദ്യ കൊണ്ടു, അതല്ല രുക്മിണി സ്വയംവരം. രുക്മിണി ആരാ? ആ വിദർഭയിലെ രാജാവിന് 6 മക്കളിൽ ഏറ്റവും ഇളയ കുട്ടിയായിരുന്ന ആരാ? രുക്മിണി ആരാ? നമ്മൾ ഓരോരുത്തരും രുക്മിണിമാരാ. ഭഗവാന് ഈ ഒരു ലിംഗവ്യത്യാസമില്ല, ഉണ്ടോ? ഭഗവാൻ വസിച്ച് ശോഭിക്കുന്നത് കൊണ്ടാണ് ഭഗവാന് വാസുദേവൻ എന്ന് പേര് വന്നിരിക്കുന്നത്. അപ്പം ഞാനാണാണ്, സാറാണാണ്, ആ ചേച്ചി പെണ്ണാണ്, ഈ ലിംഗവ്യത്യാസം പരബ്രഹ്മത്തിനില്ല. അപ്പം നമ്മൾ ഓരോരുത്തരും രുക്മിണിമാരാണെന്ന് സ്വയം അറിയണം. അപ്പം നമ്മൾ ആരാ? ഈ രുക്മിണി ആരാ? ശരിക്കും രുക്മിണി ജീവാത്മാവാണ്. ഭഗവാൻ ആരാണ്? പരമാത്മാവാണ്. അപ്പം ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കാൻ ഇപ്പം മുമ്പേ സ്വാമി പറഞ്ഞ മന്ത്രങ്ങളൊക്കെ എളുപ്പം ഇപ്പം നിങ്ങളുടെ അമ്മമാരോട് ചോദിച്ചാൽ സ്വാമി തന്നെ എന്നോട് പറഞ്ഞു, അവർക്ക് മനസ്സിലാകത്തില്ല. അത് നമ്മൾ ഇത് ശീലിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഹരിനാമകീർത്തനമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അറിയാം അല്ലേ? സ്വാമി തന്നെ പറഞ്ഞ് രാമായണം നിങ്ങൾക്കറിയാം, കാരണം ഇതിൻ്റെ കഥകളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തത്വത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അറിവുള്ള പൂർവ്വസൂരികൾ ഇങ്ങനെയുള്ള ഒരു കഥയിൽ നമുക്കിതൊക്കെ സംഭവിക്കുന്ന, ഇപ്പോൾ അമ്മയുടെ മോനെ കല്യാണം കഴിച്ചു, കുഞ്ഞുണ്ടായി, അല്ലെ താമസ ഒരേ അസുഖത്തിന് മരുന്ന് കഴിച്ചു. ഇപ്പം ഇതൊക്കെ ഈ വ്യവഹാരത്തിലുള്ളതാണ്. അതുകൊണ്ട് ഈ വ്യവഹാരം പോലെ തന്നെ ഈ പരബ്രഹ്മത്തിൻ്റെ കഥകളെ ഉണ്ടാക്കി വെച്ച് എന്തിനാ? മറ്റുള്ള സാധാരണക്കാരെ ഈ തത്വം മനസ്സിലാക്കിക്കാൻ. പക്ഷേ അതുകൊണ്ട് നമ്മളപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സപ്പം ഇവർ കല്യാണം കഴിച്ചോ, സാമ്പാറില്ലായിരുന്നു, പുളിശ്ശേരി ഇല്ലായിരുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല. ഇതാണ് ഈ രുക്മിണി സ്വയംവരം. ഭഗവാൻ ജീവാത്മാവായിരിക്കും നമ്മൾ ഓരോരുത്തർക്കും. രുക്മിണിക്ക് 5 സഹോദരന്മാർ രുക്മിണിയെ കൊടുക്കാൻ സമ്മതിച്ചോ ഭഗവാന്? ഇല്ല. അപ്പം നമുക്കും ഉണ്ട് 5 സഹോദരന്മാർ. ആരൊക്കെയാ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. ഇതൊന്നും നമ്മളെ ഈശ്വരങ്കിലോട്ട് അടുക്കാനായിട്ട് നമ്മളെ സമ്മതിക്കത്തില്ല. അപ്പം ഇതാണ് നമ്മുടെയും സഹോദരങ്ങൾ. അപ്പം അതിന് രുക്മിണി എന്ത് ചെയ്തു? ഒരു ബ്രാഹ്മണൻ്റെ, ആരാ ബ്രാഹ്മണൻ? ബ്രഹ്മജ്ഞാനേനി ജ്ഞാതിവ ഇതി ബ്രാഹ്മണ. അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണനെ ആശ്രയിച്ചപ്പം ബ്രാഹ്മണൻ ഈ രുക്മിണിക്ക് ശരിക്ക് ആ ദൂത് കൊണ്ടു കൊടുത്ത് അന്ന് തന്നെ ഭഗവാൻ വരുന്നതൊക്കെ കഥകൾ എന്തായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്കുമൊക്കെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു ഗുരു സന്നിധി ആവശ്യമാണ്. നമ്മുടെയൊക്കെ മനസ്സ് ഇങ്ങനെ ചഞ്ചലപ്പെട്ട് കിടക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗുരു സന്നിധിയിൽ വരുമ്പോൾ എന്താണ് പള്ളിക്കാവ് ചെന്നപ്പോൾ അമ്മ പറഞ്ഞത്? ഈ കാറ്റെല്ലായിടവും ഇല്ലേ തിരുമേനിയാണെന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, അമ്മ ഈശ്വരനുണ്ടോ എന്ന്. അപ്പോൾ അമ്മ എളുപ്പം ഇങ്ങനെ ഇട്ട മാലയൊക്കെ അപ്പുറത്തോട്ട് തട്ടുന്നൊരു പോസ്റ്റിലായിരുന്നു. അപ്പോൾ ഈ മാല തട്ടിയിട്ട് അമ്മ പറഞ്ഞു, മക്കളെ എല്ലാം, അതായത് 3 ലോകത്തിൻ്റെ മുകളിൽ സപ്രമഞ്ഞത്തിൽ ഗർഭഗൃഹത്തിലിരിക്കുന്ന ചൈതന്യമല്ലെന്ന് അമ്മ ആദ്യം പറഞ്ഞ മറുപടി. അമ്മയ്ക്കറിയത്തില്ല ഈ വന്ന ആൾ തിരുമേനിയാണോ എന്ന്. അപ്പോൾ ഇദ്ദേഹത്തോട് അമ്മ പറഞ്ഞ്, ഈ 3 ലോകത്തിൻ്റെ മുകളിൽ സപ്രമഞ്ഞത്തിൽ പത്മാസനത്തിലിരിക്കുന്ന ചൈതന്യമല്ല, ഗർഭഗൃഹത്തിലല്ല ഭഗവാൻ ഇരിക്കുന്നത്. എവിടെയാ? പാടുന്ന കുയിലിലും അലറുന്ന സിംഹത്തിലും ഒഴുകുന്ന നദിയിലും വീശുന്ന കാറ്റിലും ഉള്ള ചൈതന്യമാണ് ആ പരബ്രഹ്മം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കണം. എന്ത് വേണം? ഇതുപോലെയുള്ള ക്ലാസ്സുകളിലൊക്കെ വന്ന്, നമ്മുടെ പ്രായം നമുക്കേ ഉള്ളല്ലേ, പക്ഷെ നമുക്കിങ്ങനെ ഇനി ജന്മമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അടുത്ത ജന്മത്തിലോട്ടുള്ള ഡിപ്പോസിറ്റുകളാണ്. നമുക്ക് പൂജാമുറി ഉണ്ടായിട്ട് നാമം ചൊല്ലാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പം നമ്മളെപ്പോഴാണോ, നമ്മൾ പണ്ടൊരു പരസ്യം പറഞ്ഞ പോലെ, നിങ്ങൾ എവിടെയാണോ ചിന്തിക്കുന്നത് അവിടെ ആ ദേവാലയം. നിങ്ങൾ എവിടെയാണോ 10 നാമം ജപിക്കാൻ പറ്റുന്നത് ആ നാമം ജപിക്കുമ്പം ഈ വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ പറയത്തില്ലേ, ശ്രീരാമ രാമ രാമേതി രമേ രാമേതി മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ. അപ്പോൾ എത്ര നമ്മളെ ആ ഭഗവാന്റെ ആ തിരുനാമങ്ങൾ എപ്പോഴും ജപിച്ചോ, ആ ഒരു വട്ടം നമ്മൾ ജപിച്ചാലും ഇതെല്ലാം എവിടോട്ട് പരിഗണിക്കപ്പെടും? നമ്മുടെ ഡിപ്പോസിറ്റിലൂടെ ഇതെല്ലാം പോകും. നമ്മൾ എത്രയോ കുൽസിത കഥകൾ, ചുമ്മാതുള്ള വ്യവഹാരത്തിൽ എന്തെല്ലാം കഥകൾ പറഞ്ഞ് സമയങ്ങൾ വെറുതെ പാഴാക്കുന്നു. അതൊന്നും നമുക്ക് ചെയ്യണ്ട. നമുക്ക് ലക്ഷ്യത്തിന് സാറ് പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ മനുഷ്യൻ്റെ ലക്ഷ്യം? എന്താ? ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ സാധിക്കുന്നതാണ് മനുഷ്യൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഹരിനാമ കീർത്തനത്തിനകത്ത് നമ്മൾ
മൽപ്രാണൻ വരെ കഴിഞ്ഞായിരുന്നു അല്ലേ. നമുക്ക് എന്തായാലും ഈ രാമായണ മാസമൊക്കെ ആയതുകൊണ്ട് ഒന്ന് ചൊല്ല നിങ്ങൾക്ക് കാണാൻ അറിയത്തില്ല. അപ്പോൾ അത്രയും തിരുനാമങ്ങൾ 10 പേര് ഒരുപോലെ ജപിക്കുമ്പം എന്താ ഈ ക്ഷേത്രത്തിലൊക്കെ കോടിയർച്ചനകൾ നടത്തുന്നത്, ഒരേ സഹസ്രനാമമാണ് കോടിയർച്ചനയ്ക്ക് ഉപയോഗിക്കുന്നത് അറിയാമല്ലോ. അപ്പം പക്ഷേലോ ഒരു ബാച്ചായിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലേ. ഇപ്പം ഒരാൾ 11 പേര്, വേറൊരിടത്ത് 11 പേര്, ഇത്രയും പേരും ഒരാളായിരിക്കും ആചാര്യൻ. അപ്പോൾ ഇത്രയും പേര് ജപിക്കുമ്പോൾ എത്ര ആയി? ഒരാവർത്തി കഴിയുമ്പോൾ അവർക്കൊരു കണക്കുണ്ട് ഇല്ലേ. അപ്പോൾ ഇത്രയും പേര് 10 വട്ടം അല്ലെങ്കിൽ 21 വട്ടം ആവർത്തിക്കുമ്പോൾ 1 കോടിയായി. അല്ലാതെ ഒരാളിരുന്ന് 1 കോടി ജപിക്കുന്നതല്ല, അറിയാമല്ലോ. അപ്പം ഇതാണ്. അപ്പോൾ എന്താണ് ഈ നാമസങ്കീർത്തനത്തിൻ്റെ മഹിമയാണ്. അപ്പോൾ എന്താ സ്വാമി മുമ്പേ പറഞ്ഞു മന്ത്രം എന്താണ്? മനനാത് ത്രായതേ ഇതി മന്ത്രം. അപ്പം ഇതാണ് മന്ത്രം. ഇപ്പം വിശ്വനാഥൻ സാറേ എന്ന് വിളിച്ചാൽ വല്ല എത്ര ദൂരെ ഇന്നലെ സാറ് വിളിയേക്കും അല്ലേ. നേരെ മറിച്ച് ഗോപാല എന്ന് വിളിച്ചാൽ സാറ് തിരിഞ്ഞ് നോക്കുമോ? ഇല്ല. അപ്പോൾ ഇത് ഭഗവാനെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യിക്കാനുള്ള ചില പ്രത്യേക പദങ്ങളും ബീജാക്ഷര മന്ത്രങ്ങളും ഒക്കെ ഈ മന്ത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി എത്ര തിരുനാമം ജപിക്കാമോ അതൊക്കെ നമുക്ക് അസറ്റ്സുകളാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഇരിക്കുമ്പോഴോ കിടന്നോ ഏത് അവസ്ഥയിലിരുന്നാലും നമുക്കിതൊക്കെ ജപിക്കാം. അപ്പം മനസ്സിൽ വേറെ ചിന്തകൾ വരത്തില്ലല്ലോ. അപ്പം നമുക്ക് ആ ഹരിനാമകീർത്തന ആ മാ വരെയുള്ള ആ ശീലുകളൊന്നും ജപിക്കാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓങ്കാരമായ പൊരുൾ 3 പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹരി നാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബധമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായി വേണമിക. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദം എന്തു ഹരി നാരായണായ നമ. ഹരിനാമകീർത്തനമിതുരജൈവതിന്നു ഗുരു അരുളാലെ ദേവകളും അരുൾ ചെയ്യുക ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവും ഉരജൈവതിൻ അരുൾക നാരായണായ നമ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വൽഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമ. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനന്ദാദിഹീനനിധി ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുക എൻ മനസി നാരായണായ നമ. പച്ചക്കിളിപ്പവിഴപാൽ വർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർക്കു ഷടാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്ക് സത്വരജസ്തമോഗുണ
തമോഭേദരൂപ ഹരിനാരായണായ നമ. തത്വത്തിനുള്ളിലുദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്കുതക്കൊരുപദേശം തരും ജനനമറ്റിടുമന്നവന് നാരായണായ നമ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖിത ഗിരം കേട്ടു ധർമ്മപതി എമ്പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവമ്പോരുഹാക്ഷ ഹരിനാരായണായ നമ. നക്ഷത്രപംക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനുദേച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുത് രക്ഷിക്കയെന്നടിമ നാരായണായ നമ. മൽപ്രാണനും പരനുമൊന്നെന്നുറപ്പവന് തത്പ്രാണദേഹവുമനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലതു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരി നാരായണായ നമ. അപ്പോൾ നമ്മൾ ഇവിടം വരെയുള്ള ശീലകളാണ് നമ്മൾ ഇത്രയും 2-3 ക്ലാസ് കൊണ്ട് തീർന്നത്. അതിനകത്ത് ഈ വരാത്തത് 2 പേരേ ഉള്ളൂ. വേറൊന്നുമില്ല. നമ്മൾ ആദ്യം നമ്മൾ ആചാര്യനെ നമസ്കരിച്ച് ഓങ്കാരമായ പൊരുൾ കൊണ്ട്, പിന്നെ 2ാമത്തെ ശീല കൊണ്ട് ഒന്നായ നിന്നയിക 2 തത്വം, ആ ഭാവം ദ്വൈതഭാവം ഇല്ലാതിരിക്കാൻ ഭഗവാനെ മായ മാറ്റിത്തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. പിന്നെ ആനന്ദ ചിന്മയ, അപ്പം ആ ശ്ലോകം കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു. ഞാനെന്ന എൻ്റെ ഉള്ളിലെ ഞാനെന്ന ഭാവം ഉണ്ടാകരുതേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു. 4ാമത്തെ ശ്ലോകം കൊണ്ട് ഈശ്വരൻ താനെന്നുറയ്ക്കുമ്പോൾ എല്ലാം ഈശ്വരനാണ് അപ്പം എന്ന ഭാവം വരുമ്പം അഹം ബ്രഹ്മാസ്മി അതുറയ്ക്കുമ്പോൾ നമ്മുടെ ആ അജ്ഞാനം മാറുമെന്നും പറഞ്ഞു. പിന്നെ ഹരിനാമകീർത്തനം ആ ഒരു ശീലം കൊണ്ട് ഗുരുവിനെ വീണ്ടും നമസ്കരിച്ചു. എല്ലാം ഭഗവാനെ നമ്മുടെ ആ സനാതന ധർമ്മത്തിൻ്റെ ആ കൺസെപ്റ്റിൽ ഗുരു സാക്ഷാത് പരബ്രഹ്മ എന്ന് പറയുന്നുണ്ട്. ഈ കുചേലൻ്റെ ആ സാറ് പറഞ്ഞ കഥയിലും പറയുന്നുണ്ട് ഭഗവാൻ തന്നെ ആ പരബ്രഹ്മം. പിന്നെ സാർ ഇതിനകത്ത് പറഞ്ഞ ഒരു കാര്യം കൂടി വളരെ ശ്ലാഘനീയമാണ്. കാരണം ഈ പറഞ്ഞു ഇപ്പം വിശ്വനാഥൻ സാറിൻ എൻ്റെ ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ കൂട്ടുകാരാണെന്ന് ഞാൻ പറയുന്നതല്ല, നേരെ മറിച്ച് ഭഗവാനായിരിക്കുന്ന ആളാണ് പറയേണ്ടത് ഈ കുചേലൻ എൻ്റെ കൂട്ടുകാരൻ. അപ്പോഴാണ് അതിന് വില വരുന്നത് അല്ലേ? ശ്രീരാമകൃഷ്ണദേവൻ എപ്പോഴും പറയാറുണ്ട് പൂജ്യത്തിൻ്റെ അപ്പുറത്ത് അക്കം വന്നാലേ വിലയുള്ളൂ. അപ്പം ഈ അക്കമാണ് ഭഗവാനാണ് പറഞ്ഞത് ഈ കുചേലൻ ഈ സുധാമാവ് എൻ്റെ കൂട്ടുകാരനാണെന്ന്. പക്ഷേ ഇങ്ങനൊരു ഭാഗ്യം നമുക്ക് കിട്ടുമെന്ന് ആര് വിലയിരുത്തണം? സാർ മുമ്പേ പറഞ്ഞ പോലെ ഈ 4-ൽ ഏതിൽ പെടും നമ്മളെന്ന് ചിന്തിക്കാൻ നമുക്ക് ഇനിയും അവസരമുണ്ട്. അതിനകത്ത് അർത്ഥം വിട്ടു അർത്ഥാർത്ഥിയെ മാറ്റി ആ ജ്ഞാനിയാകാൻ നമുക്കിനിയും സമയമുണ്ട്. അപ്പോൾ ആ സമയം ആ ഭാവം കളയുക നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ ഭാവം വരാൻ പ്രാർത്ഥിച്ചു. ആ ഹരിനാമകീർത്തനം ആ ശീല കൊണ്ട് ഗുരുവിനെ നമസ്കരിച്ചു. മൂലപ്രകൃതിയായ മായ ഒടുങ്ങണമെന്ന് ശ്രീമൂലമായ അതുകൊണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഗർഭസ്ഥനായി, അതായത് വീണ്ടും ഇങ്ങനെ വെള്ളത്തിലെ കുമിള പോലെ ആകരുതേ, അങ്ങനെ അതിനുവേണ്ടി എന്താ ഭക്തി വർദ്ധിപ്പിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. നത്താരിൽ എന്നുള്ള ആ ശീല കൊണ്ട് ഭക്തി വർധനത്തിന് കാരണം ഭഗവത് ഭക്തിയാണെന്ന് പ്രാർത്ഥിച്ചു. പച്ചക്കിളിപ്പവിടം കൊണ്ട് എന്താണ് ഓരോ യുഗത്തിലും 4 യുഗത്തിലും ഭഗവാൻ ഓരോരോ അവതാരങ്ങളിലായിട്ട് ഭഗവാൻ ജനങ്ങൾക്ക് അവതരിച്ച് ആ മോക്ഷത്തിനെ ആ 3 തരം സത്വരജ സ്തമോ ഗുണങ്ങളെ അവിടെ സമർത്ഥിച്ചു. പിന്നെ തത്വത്തിനുള്ളിൽ എന്നുള്ള ശീലം കൊണ്ട് തത്വത്തിനെ അറിയാൻ എന്ത് വേണം? നമുക്കൊരു ആചാര്യൻ്റെ ആരാണ് ആചാര്യൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ ഗുരു. അപ്പോൾ ആ ഗുരുവിനെ തന്നെ നമ്മൾ ആശ്രയിക്കണം എന്ന് പറഞ്ഞു. ആ ആശ്രയിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഈ അജ്ഞത അഹങ്കാരം മാറ്റിയാലേ നമുക്ക് ഒരിടത്ത് പോയി ഒരാളെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എപ്പോഴും പറയാറുണ്ട് വള്ളിക്കായി ചെല്ലുമ്പോൾ അമ്മ സീറോ ആയാൽ ഹീറോ ആകാമെന്ന്. ഇപ്പം നമുക്കിപ്പോൾ ഒരു അമ്മയോട് പറഞ്ഞ്, ഞാൻ പണ്ട് ഒരിക്കൽ ഇത് പറഞ്ഞപ്പോൾ എളുപ്പം ഒരു സത്സംഗമായിട്ട് കൂട്ടിയാൽ മതി. ഒരിക്കലും ഒരു ഹരിദ്വാറിലൊരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഒരമ്മ 3 വർഷം അടുപ്പിച്ച് പോയി. അപ്പം നല്ല പ്രായമുള്ള സെറ്റും മുണ്ടുമൊക്കെ എടുത്ത് അമ്മ ഇങ്ങനെ വരും, നാരായണ 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 എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലെ ആ നന്ദിയുടെ വിഗ്രഹത്തേലൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയുന്നതിനെ കേട്ടു. ഇപ്പോൾ ഞാൻ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അയ്യോ എന്തുവാ മക്കളെ? ഞാൻ പറഞ്ഞു ഒരിക്കലും നമ്മുടെ ഇവിടെ ഈ നോർത്തിൻ്റെ രീതിയല്ല, കവള
ജീവിതമല്ല ഇവിടുത്തെ നമ്മൾക്ക് ഒരു രീതി ശങ്കര രീതിയിൽപ്പെട്ട രീതിയില്ല അവിടെ ഹരിദ്വാറിലെ അമ്പലത്തിലും. അപ്പോൾ ഈ അമ്മ വന്ന ഈ ശിവനെ അപ്പം പറഞ്ഞു, മോനെ ഇതുവരെ ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. ഈ അമ്മ നല്ലപോലെ സ്ഥലങ്ങളൊക്കെ മുട്ടിച്ച് ശരിക്ക് ഈ നന്ദി അങ്ങ് കെട്ടിപ്പിടിച്ച് ചെവിയിൽ ഇങ്ങനെ എന്തോ കഥ പറഞ്ഞ് ചെങ്ങന്നൂരും ഉണ്ട് ഇത് അബദ്ധം. അപ്പോൾ ഇത് നമുക്ക് പാടില്ല. അപ്പോൾ ഒന്ന് സ്പർശനം പാടില്ല നമ്മുടെ ക്ഷേത്രത്തിലെ ആചാരപ്രകാരം. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, തിരുമേനിമാർ പോലും ഇതെന്നോട് പറഞ്ഞു തന്നിട്ടില്ല. പറഞ്ഞാൽ അവർക്ക് അറിയാത്തതുകൊണ്ടല്ലേ, ചിലപ്പോൾ തിരക്കുകൊണ്ടായിരിക്കും, അവരെ കുറ്റം പറയാനൊന്നും പോയില്ല. പക്ഷേ ഈ അമ്മ അത്രയും പ്രായം ചെന്ന അമ്മയെ അടുത്ത വർഷം വീണ്ടും കണ്ടപ്പോൾ ഈ അമ്മ പിന്നുണ്ടല്ലോ ആ വിഗ്രഹത്തെ തൊടാൻ നിന്നില്ല. പിന്നെ ഇച്ചിരി നാരായണ ജപിച്ച് പോകത്തേ ഉള്ളൂ. പിന്നെ വന്നപ്പോൾ അതേ അമ്മ തന്നെ ഈ സോപാനപ്പടിയെ തൊട്ട് വീഴുന്ന കണ്ടു. ഞാൻ പറഞ്ഞ അമ്മ ഇങ്ങനെ. അപ്പോൾ ഈ അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല. അപ്പം പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു കുഞ്ഞ് എന്നോട് പറഞ്ഞു വന്നു ആ നന്ദിയെ പിടിക്കരുതെന്ന്. അതിൽ പിന്നെ ഞാൻ തൊട്ടിട്ടില്ലെന്ന്. ഈ സോപാനപ്പടിയും തുടരരുതെന്ന് എനിക്കറിയത്തില്ല. കാരണം സോപാനപ്പടിയും ആ വിഗ്രഹവും ഈ തെടപ്പള്ളിയും ആ കൊടിമരവും ഒക്കെ ഭയങ്കര ശുദ്ധമുള്ള സ്ഥലങ്ങൾ. അവിടെ മറ്റൊരാൾക്ക്, കാരണം ആ ജോലി ചെയ്യുന്ന ആൾ മാത്രമേ ആ ബ്രഹ്മത്തെ അറിഞ്ഞ് ആ സ്വാധ്യായമൊക്കെ ചെയ്യുന്നവർ വേണം. ഇപ്പം പിന്നെ ആർക്കും ഇതൊന്നും അറിയാത്തതുകൊണ്ട് പ്രശ്നമില്ല. എങ്കിൽ പോലും ഇതിനൊക്കെ ഒരു ചിട്ടയുണ്ട്. അപ്പം ആ ഒരു ഭാവത്തിൽ വേണം നമ്മളിതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ. അപ്പം അങ്ങനെ ഇതിന് എന്ത് വേണം? അപ്പോൾ ഈ അഹംഭാവം നിൽക്കണം. അപ്പം നമുക്ക് ഈ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞു തരണേ, അമ്മയ്ക്ക് എന്ത് വേണം, ഇത് അറിയാൻ ഉൾക്കൊള്ളാനുള്ള ഒരു ഭാവം വേണം. നേരെ മറിച്ച് സാറ് പറയുക ഇങ്ങനെ ചെയ്യരുത്, ഈ 4 വിധമല്ല അല്ല 5-ാമതൊരു വിധം ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് തർക്കിച്ചാൽ അദ്ദേഹത്തിനെല്ലാം പറയാനുണ്ടോ? ഇത് ഭഗവാൻ തന്നെ പറഞ്ഞ് 4 പേരെ എന്നെ ആശ്രയിക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ ഇവർ 4 പേരും എന്നെ വിളിക്കും. എന്നിട്ടും ഭഗവാൻ പറഞ്ഞു, മനുഷ്യാണാം സഹസ്രേഷി, എത്രയോ തേടുന്നവരിൽ ഒരുവനോ മറ്റോ എന്നെ തത്വത്തിൽ അറിയുന്നുള്ളെന്ന്. അപ്പം ഈ അഹംഭാവം ഇല്ലാതാക്കാൻ പ്രാർത്ഥിച്ചു. നക്ഷത്രപംക്തികളും എന്നുള്ള ശീലം കൊണ്ട് മോക്ഷകാരണം ഉണ്ടായാൽ അഹംഭാവം നീങ്ങാൻ പ്രാർത്ഥിച്ചു. എന്താ മോക്ഷകാരണം മായാൻ, അത് അജ്ഞാനം മാറണമെന്ന് പ്രാർത്ഥിച്ചു. മത്പ്രാണനും പരനും ഒന്നെന്ന്, ജീവേശ്വരന്മാർ ഒന്നെന്ന് ഭാവിക്കുമ്പോൾ ആ ഒരു നമ്മുടെ അറിവ് ഒന്നാകും എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നമുക്കിനിയും വായിക്കാനുള്ളത് അൻപേണമെൻ മനസ്സിയ. അപ്പം ആ ഒരു അതും ഗുരുവിനെ വന്ദിക്കുന്നതുകൊണ്ട് അതോട് പറഞ്ഞിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് 1 മണിയായി. സ്വാമി ഇപ്പം വരും. അൻപേണമെൻ മനസ്സി ശ്രീനീലകണ്ഠ ഗുരു അംബോരോഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനുമിക. 51 ഒന്നന്നിതെന്മൊഴിയിൽ അൻപോടു ചേർക്ക ഹരി നാരായണായ നമ. അപ്പോൾ ഈ ഹരിനാമകീർത്തനം ശരിക്കും 51 സംഖ്യകൾ, 51 അക്ഷരം എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറ്. 51 അക്ഷരാളി അല്ലേ? അപ്പോൾ അങ്ങനെ ആ ദേവിയെ വായിക്കുമ്പോൾ ഈ സംഖ്യാശാസ്ത്രം കൊണ്ട് ഈ മൽപ്രാണനും ഒന്നൊന്ന് തുടങ്ങുന്നതിനകത്ത് ഹരിശ്രീ ഗണപതയെ നമ വരെയുള്ള ശീലുകളാണ് കഴിഞ്ഞത്. അതിനകത്ത് ഈ സംഖ്യ കൊണ്ട് ശ്രീ എന്ന സംഖ്യ കൊണ്ട് 2 കണക്കാക്കുന്നത്, ഗ എന്ന സംഖ്യ കൊണ്ട് 3, 5 പാ കൊണ്ട് 5, താ കൊണ്ട് 6, എ കൊണ്ട് 1, ന എന്നത് ശൂന്യമാണ്. ആ ന എന്ന് സംസ്കൃതത്തിലും ന പറയത്തില്ല, ന എന്നാ പറയാറ്. അപ്പോൾ ആ ന ശൂന്യ അക്ഷരമാണ് സംഖ്യാശാസ്ത്രത്തിൽ. അങ്ങനെ നമുക്ക് അങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ എ കൊണ്ടൊന്ന് നാണ്ട് ശൂന്യമാണ്. മാ എന്ന സംഖ്യ ആ വാക്കുകൊണ്ട് 5 ഉദ്ദേശിക്കുന്നത്. ആകെ ഇങ്ങനെ വരുമ്പം ഇതെല്ലാം കൂടെ 51 സംഖ്യ. ഈ 51 സംഖ്യകളെ ശീലുകളാക്കിയിട്ടാണ് ഈ നമുക്ക് എഴുത്തച്ഛൻ ഇവിടെ ഈ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 51 അത് തന്നെ നമ്മളങ്ങനെയാണല്ലോ അത് ചൊല്ലുന്നത്. അപ്പോൾ ഈ 51 അക്ഷരങ്ങളെ കൂടി കൂട്ടി അങ്ങനെ വേണം. അപ്പം ഇങ്ങനെ ഈ അൻപേണം എൻ മനസ്സി എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഈ 51 ശീലുകളാക്കി അതിന് മുമ്പ് വരുന്ന ഭാഗമാണ് ഈ അൻപേണം എന്ന്. അപ്പോൾ അതിന് മുമ്പേ പറഞ്ഞു ഈ സംഖ്യകളിലെല്ലാം കൂടി കൂട്ടിയിട്ട് ഓരോ ശീലുകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ എഴുത്തച്ഛന് ഈ. അപ്പോൾ അങ്ങനെയെങ്കിലും ഒക്കെ ജപിക്ക് എങ്ങനെയെങ്കിലും ഏനകേന പ്രകാരേണെന്ന് ഏത് തരത്തിലായിക്കോട്ടെ. ഗോപികൾ എങ്ങനെയാണ് ഭഗവാനെ പ്രാപിച്ചേ? ഭാഗവതി പറയുന്നുണ്ട് അവർ കാമം കൊണ്ട് പ്രാപിച്ചു. പക്ഷേ ജരാസന്ധൻ മുതലായവരോ അവർ വൈരാഗ്യം കൊണ്ടാണ് ഭഗവാൻ, അവർക്ക് വൈരാഗ്യമായിരുന്നു. ഇപ്പം മുമ്പേ സാറ് പറഞ്ഞില്ല, നമുക്ക് എങ്ങനെയാണോ ഭഗവാനെ നമ്മൾ ആശ്രയിക്കുന്നത് ആ തരത്തിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് ആശ്രയിക്കാം. അപ്പം നമുക്ക് ഇനി സമയങ്ങൾ കുറവായത് കൊണ്ട് നമ്മൾ ഇനിയെങ്കിലും ആ ഒരു തത്വം നമ്മുടെ ലക്ഷ്യത്തിൽ ഒരു പുരുഷൻ്റെ അല്ലെ പുരുഷൻ എന്ന് പറയുന്നുണ്ട്, പുരിയിൽ വസിക്കുന്നവനാണ് പുരുഷൻ. അപ്പം എല്ലാം ജന്തുക്കളെന്ന സംസ്കൃതി പറയുന്നത്. അപ്പം ജീവനുള്ളതെല്ലാം എന്താണ്? അപ്പം നമ്മളെ തന്നെയല്ല കിം ജപൻ മുച്ചതേ ജന്തൂർ ജന്മസംസാരം. അത് ജന്തുക്കൾ എന്ന് വെച്ചാൽ പശു കാള അങ്ങനെയല്ല, ഈ ജീവനുള്ളതിനെ എല്ലാത്തിനും കൂടാണ് സംസ്കൃതത്തിലെ ആചാര്യന്മാർ ഈ ജന്തു. അപ്പോൾ ഇവർക്ക് എന്താണ് ഈ സംസാരത്തിൽ നിന്ന് മോചനം?
അങ്ങനെ 6 ചോദ്യങ്ങളിനകത്ത് 6ാമത്തെ ചോദ്യത്തിൽ ഉരുത്തിരിയുന്നതാണ്. എവിടെയാണ് ഈ സന്ദർഭങ്ങളിലൂടെ നമ്മൾ എല്ലാത്തിൻ്റെയും മനസ്സിലാക്കണം. ഭീഷ്മ പിതാമഹനെ ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത്, അപ്പോൾ ഇതൊക്കെ ചുമ്മാതെ പോലും ജപിച്ചാൽ നമ്മളറിയാതെ നമ്മുടെ പ്രാരബ്ധം, സാറിപ്പം പറഞ്ഞില്ലേ, നമ്മളിതിങ്ങനെ ചുമ്മാതെ കേട്ടാൽ മതി. ശ്രീമദ് ഭാഗവതം ശ്രാവ്യം, എന്താണ് ഇത് കേട്ടാൽ മതി. ഒന്നും നിങ്ങൾ ആരെങ്കിലും മരുന്ന് കഴിക്കുന്നതിൻ്റെ കണ്ടൻറ്റ് വല്ലതും അറിഞ്ഞുകൊണ്ടാണോ? ആണോ? ഷുഗറിൻ്റെ ഒക്കെ മരുന്ന് കഴിക്കുന്നവർ കാണുമല്ലോ ഇതിനകത്ത്, പ്രഷറിൻ്റെ മരുന്ന്. പക്ഷേ ഇതിനകത്തെ കണ്ടൻറ്റ് എന്തുവാ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയാമോ? ഇല്ല. പക്ഷേ അത് കറക്റ്റായിട്ട് നിൽക്കുന്നില്ലേ? നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ ഭവരോഗത്തിൻ്റെ സിദ്ധൌഷധങ്ങളാണ് ഈ സംസാരണ ഈ സമുദ്രത്തിലെ ഈ നമ്മുടെ ഇങ്ങനത്തെ വ്യവഹാരത്തിലെ മന്ത്രങ്ങളാണ് ഈ ഭഗവാന്റെ ഇതെല്ലാം. ഇതൊക്കെ കേട്ടാൽ മതി, നമ്മുടെ ദുരിതങ്ങൾ താനെ അടങ്ങും. അപ്പോൾ ഈ അൻപേണം എൻ മനസ്സിൽ നിന്ന് ഇത് പറയുന്നതുകൊണ്ട് ഈ ഗുരുവിനെ വന്ദിക്കുക. അപ്പം എന്ത് തന്നെയാണേലും നമ്മൾ പറയാറില്ലേ, എല്ലാം ഉണ്ട് പക്ഷേ ഗുരുത്വമില്ലെന്ന്. ഗുരുത്വമില്ലെങ്കിൽ പോയ ഒരു കഥ, വളരെ പ്രശസ്തമായ ഒരു കഥ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ഈ ദേവേന്ദ്രൻ്റെ സഭയുടെ പേരറിയാമോ? സുധർമ്മേന. ഈ സുധർമ്മയുടെ സഭയിൽ ഈ ദേവേന്ദ്രൻ ശചീദേവിയുമായിട്ടിരുന്ന സമയത്ത് ഈ ഗുരുനാഥൻ ഇങ്ങനെ കയറി വരുന്നൊരു സമയം പറയുന്നുണ്ട് അഷ്ടമസ്കന്ധത്തിൽ. അപ്പോൾ അതിനകത്തെ മഹാമന്ത്രമായ നാരായണ കവചം ഉപദേശിക്കുന്ന ഒരു സന്ദർഭമാണ് അത് പറയുന്നത്. അപ്പം ഈ ഗുരുനാഥൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ഗുരുവിൻ്റെയും, അതായത് നമ്മളിപ്പോൾ സന്യാസി എന്ന് നമ്മുടെ കൺസെപ്റ്റ് പറയുമ്പോൾ ഈ ഗുരുനാഥൻ്റെയും ആ ദേവതയുടെയും എവിടെ വേണം നടക്കാൻ? അവരുടെ മുന്നേ കയറി നടക്കാൻ പാടുണ്ടോ? പാടില്ല. അവരുടെ പുറകെ വേണം നടക്കാൻ. ഗുരു ഇരിക്കുന്ന കസേരയിൽ പോലും ഇരിക്കരുതെന്ന ശരിക്കും, അല്ലേ? പള്ളിക്കാലൊക്കെ ചെയ്യുമ്പോൾ അത്ര പ്രീഷ്യസ് ആയിട്ട് അവർ അന്നേരം ഫോൾഡ് ചെയ്ത് മാറ്റും. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നാൽ പാപം വരും. മുമ്പേ സാറിപ്പം പറഞ്ഞില്ലേ, ഇപ്പം പലരുടെയും പാപങ്ങൾ ഇവരുടെ പാദങ്ങളിലോട്ട് വരുന്നുണ്ട്. ശ്രീരാമകൃഷ്ണനൊക്കെ ഈ പലരുടെയും പാപങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഗുരുക്കന്മാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അതിന് നമ്മൾ അവരുടെ അനുഗ്രഹം ഒന്ന് കിട്ടാൻ വേണ്ടി, അവരുടെ ഒരു നോട്ടം പോലും വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അവരെത്രയോ സിദ്ധി വരുത്തിയ ആൾക്കാരാണ്. അതപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണേ, ആ മന്ത്രങ്ങൾ കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഗുരുവിനെ വന്ദിക്കുന്നു. അപ്പോൾ ഈ അങ്ങനത്തെ ഈ സഭയിലോട്ട് വരുന്ന സമയത്ത് ഈ ദേവേന്ദ്രൻ അത്ര ഗൗനിച്ചില്ല. സമയം ഇപ്പം നടത്തും. ദേവേന്ദ്രൻ ഗൗനിച്ചില്ല. കാരണം ഗുരുനാഥനാണ് വരുന്നത്. ഗുരുനാഥൻ വന്നാൽ അന്നേരം എഴുന്നേക്കണം. അവിടുന്ന് സ്വാമി വരുവാണെങ്കിൽ അവിടുന്ന്, ഇപ്പം നമ്മളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പൂർണ്ണ കലശമൊക്കെ കൊടുത്ത്, അതൊന്നും കൊടുത്തില്ലെങ്കിലും അല്ലേ നമ്മളിപ്പം അടിക്കാതെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അപ്പം നമ്മുടെ സംസ്കാരം അത്ര അതപ്പതിച്ചു. അപ്പോൾ അങ്ങനെ വരേണ്ട ആളിന് ഇദ്ദേഹം ആ ഒരു സുഖത്തിലങ്ങ് ഇരുന്നു. അപ്പോൾ ഇരുന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് മനസ്സിലായി, എന്താണ്, ഇവൻ ഇച്ചിരി അഹങ്കാരം, എൻ്റെ ശിഷ്യനാണല്ലോ, പക്ഷേ ഇച്ചിരി അഹങ്കാരം വന്നല്ലോ. അപ്പോൾ മുമ്പേ സാറ് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ചുമ്മാതെ നമ്മളിങ്ങനെ കേട്ടാൽ പോരാ, ഇത് നമ്മൾ അനുസന്ധാനം ചെയ്യണം. സാറെന്താ പറഞ്ഞേ? തിരസ്കരണി. അത് മുമ്പേ ആരെങ്കിലും ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. വിശ്വനാഥ് സാറ് പറഞ്ഞു, തിരസ്കരണി എന്ന് പറഞ്ഞൊരു വിദ്യ ഉപയോഗിച്ച് താൻ സ്വയം അപ്രത്യക്ഷനെ, ശരീരത്തെ ഇല്ലാതാക്കി, ശരീരം കാണാത്ത അവസ്ഥയിലാക്കി. അപ്പോൾ ഇന്ദ്രൻ എളുപ്പം തോന്നി, ഞാൻ ഗുരു വന്നപ്പം ഞാൻ ഗൗനിച്ചില്ലല്ലോ എന്ന് തോന്നിയിട്ട് എളുപ്പമെന്ന് നോക്കിയപ്പം ഗുരു അവിടെ ഇല്ല. എളുപ്പം ആശ്രമത്തിൽ ചെന്നപ്പം ആശ്രമത്തിലും ഗുരുവില്ല. അപ്പം ഗുരുത്വം നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിച്ചു? ശത്രുക്കൾ വന്ന് ആക്രമിച്ചപ്പോഴാണ് സുധർമ്മ സഭയൊക്കെ പോയി, ശരീരം അവർ പിടിച്ചുകൊണ്ട് പോയി. അപ്പം അങ്ങനെയാണ് വിരൂപാക്ഷനെ ഗുരു ആക്കിക്കൊണ്ട് ഈ ശ്രീമദ് നാരായണ കവചം പറഞ്ഞു. അതൊരു വലിയ മന്ത്രമാണ്, 2 പേജിലായിട്ട് 60 ശ്ലോകങ്ങളുള്ളൊരു മന്ത്രമാണ്. അപ്പം ഈ എഴുത്തച്ഛൻ്റെയും ഗുരു സച്ചിദാനന്ദ സദാശിവ ശ്രീ നീലകണ്ഠ ഗുരുവാണെന്നാണ് ആചാര്യന്മാരെ അനുസ്മരിക്കുക. അപ്പം സ്വന്തം അച്ഛനെ തന്നെയാണ് ഈ അൻപേണം എൻ മനസ്സി ശ്രീ നീലകണ്ഠ ഗുരു എന്നുകൊണ്ട് അദ്ദേഹം അനുസ്മരിക്കുന്നതെന്നാണ് പല അറിവുള്ളവർ. നമുക്ക് അത്ര അറിവില്ല. അപ്പോൾ അവർ പറയുന്നത് ആ നീലകണ്ഠൻ എന്ന് പറഞ്ഞ എഴുത്തച്ഛൻ്റെ അച്ഛനായ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിനെയാണ്. ആദ്യമേ ഗുരുവിനെ വന്ദിച്ചു, പക്ഷേ വീണ്ടും ഒന്നുകൂടെ സ്വന്തം അച്ഛൻ തന്നെയാണ് ഈ ശ്രീനീലകണ്ഠ ഗുരു. അങ്ങനെയുള്ള ആ സച്ചിദാനന്ദ ഗുരുവിൻ്റെ കൃപ തൊട്ടുള്ള ആ ശ്ലോകരചനയ്ക്കായിട്ട് വീണ്ടും എന്നെ അനുഗ്രഹിക്കാൻ വീണ്ടും ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഇതുകൊണ്ട് നമുക്ക് ഇത്ര ഒരു ശ്ലോകമേ ഉള്ളൂ. സ്വാമി വിശേഷേണ ഗ്രാഹ്യമായിരിക്കുന്ന വിഗ്രഹം ഈ നമ്മുടെ കാശി ചെല്ലുമ്പോ ശിവന്റെ എല്ലാരും തൊട്ട് തൊഴുന്നുണ്ട്. അത് കാശിയിൽ വടക്കേ ഇന്ത്യയിലെ രീതിയല്ല നമ്മുടെ. ഞാൻ കണ്ടതാ. അവിടെ അങ്ങനെ ചെല്ലാം. അവിടെയൊക്കെ ശിവനെയൊക്കെ വലിയ സൽമാൻ ഖാനൊക്കെ അങ്ങനെയുള്ള മസിലുള്ളവരൊക്കെ വന്നാൽ ഇങ്ങനെ വന്ന് മസാജ് ചെയ്യുന്നതൊക്കെ കാണാം. അവിടുത്തെ രീതിയല്ല. നമ്മുടെ ഷോഡശ രീതിയിൽപ്പെട്ട ഒരു ശങ്കര സമ്പ്രദായത്തിൽ ഒരു ചിട്ടയാണ് നമ്മുടെ കേരളത്തിൽ അനുകരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തൊടാൻ പാടില്ല. അപ്പം ഇനിയിപ്പോൾ ബാക്കി സീരിയലിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഏത് സമയത്ത് എങ്ങനെ തൊടാം, അല്ലാതെ തൊടാം. ഇതൊക്കെ നമ്മുടെ മനസ്സുകൊണ്ടാണ്.
എന്തോ അത് ഇത് നമ്മുടെ ഇപ്പം നാലമ്പല ദർശനത്തിൽ ഇവിടെ ഭരതൻ്റെ ക്ഷേത്രത്തിൽ തുളസി കിളിക്കത്ത് പോലില്ല അത്ര ഏക്കർ സ്ഥലത്തിനകത്ത്. അവിടെ തുളസി താമര മാത്രമേ ഉള്ളൂ. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ അവിടെ തുളസി അത്ര ഏക്കറിനകത്ത് ഒരു തുളസി പോലും. നമ്മളൊക്കെ അവിടെ ഇങ്ങനെ നോക്കി വൈദിക സാറൊക്കെ പറഞ്ഞു എങ്ങനെ നോക്കും. അത് നാലമ്പല ദർശനം എന്ന് പറയും. അവിടെ തൃപ്രയാറി പോയിട്ട് പിന്നെ മൂഴിക്കുളം പിന്നെ പായമ്മലിൽ പിന്നെ പോയിട്ട് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്നിട്ട് വീണ്ടും തൃപ്രയാറ് വന്നാലേ ഒരു ദർശനം പൂർത്തിയാകത്തുള്ളൂ പറയുന്നത്. അപ്പം പറഞ്ഞത് എല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നു. സ്വാമിയോടും എല്ലാവരോടും ഹരിയും. നമ്മൾ പോണേ ഇവിടെ കോട്ടയത്ത് രാമപുരം അങ്ങോട്ടാ. അവിടെ ഉണ്ട് മറ്റേടത്തും പോയിട്ടുണ്ടില്ലെന്നല്ല.